എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് റൈറ്റ് ട്രയാങ്കിൾസിന്റെ ആംഗിളുകൾ ഇപ്പോൾ 45, 45, 90 അതല്ലെങ്കിൽ 30, 60, 90 അല്ലേ, ഈ അളവുകളിലാണെങ്കിൽ അവയുടെ വശങ്ങൾ ഏത് അംശബന്ധത്തിലായിരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഇതിൽ നമുക്ക് ഒരു വശത്തിന്റെ നീളം കിട്ടുകയാണെങ്കിൽ മറ്റു 2 വശങ്ങളുടെ നീളവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് അതേ രൂപത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഈ മട്ടത്രികോണത്തിന്റെ അളവുകൾ 45, 45, 90 അതല്ലെങ്കിൽ 30, 60, 90 എന്നീ അളവുകളാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇവയുടെ ഈ അംശബന്ധം അല്ലെ, വശങ്ങളുടെ അംശബന്ധം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു വശം തന്നു കഴിഞ്ഞാൽ മറ്റു 2 വശങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പോൾ നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ഒരു ആംഗിളാണ് 90 ഡിഗ്രി, ബാക്കി 2 കോണുകളുണ്ട് അല്ലെ. അപ്പൊ ഈ 2 കോണുകളും ഏത് അളവിൽ വേണമെങ്കിലും ആവാം. ഇപ്പൊ നമുക്ക് നോക്കിയേ, ഇവിടെ 30, 60, ഇവിടെ 45, 45 അല്ലെ. ഇനി മറ്റൊരു റൈറ്റ് ട്രയാങ്കിള് ഈ രൂപത്തിലൊരു റൈറ്റ് ട്രയാങ്കിൾ ആവും അല്ലെ. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ ഇതും 90 ഡിഗ്രി തന്നെയാണ്. ഇപ്പൊ ഇതൊരു 20 ഡിഗ്രി, ഇത് ഒരു 70 ഡിഗ്രി അല്ലെ. ഇപ്പോൾ നോക്കിയേ, ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതല്ലെങ്കിൽ ഇത് 90 ഡിഗ്രി, ഇതൊരു 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇതെത്ര വരും? ഇത് 50 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ ഇതും റൈറ്റ് ട്രയാങ്കിൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ 30, 60 അല്ലെങ്കിൽ 45 ഈ അളവുകളല്ലാത്ത മറ്റു അളവുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗണിതശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? ഒരു മട്ടത്രികോണത്തിന്റെ, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കർണത്തിന്റെ, അതായത് ഹൈപ്പോട്ടിനിസിന്റെ എത്ര ഭാഗമായിരിക്കും മറ്റു വശങ്ങൾ. അപ്പൊ ഇവിടെ കോണുകൾ എത്രയായാലും ഈ കർണത്തിന്റെ, അതായത് ഹൈപ്പോട്ടിനിസിന്റെ എത്ര ഭാഗമായിരിക്കും മറ്റു 2 വശങ്ങളെന്ന് വളരെ കാലം മുമ്പ് തന്നെ ഗണിതശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചുകൊണ്ട് അവരൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാൻ പറ്റും അല്ലെ. അപ്പോൾ ആ ടേബിളിൽ 89 ഡിഗ്രി വരെയുള്ള എല്ലാ കോണുകളുടെയും ഈ വശങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു പട്ടിക രൂപത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് 30, 60 ഡിഗ്രി അതല്ലെങ്കിൽ 45, 45 ഡിഗ്രി അല്ലേ. അപ്പൊ ഇത്ര അളവുകൾ മാത്രം നമുക്ക് അറിയുകയുള്ളൂ. അതിന് പകരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 1 മുതൽ 89 അല്ലെ 89 വരെയുള്ള എല്ലാ ഡിഗ്രിയുടെയും ഈ വശങ്ങൾ തമ്മിലുള്ള ബന്ധം, അതല്ലെങ്കിൽ ഈ കർണത്തിന്റെ എത്ര ഭാഗമാണ് ഈ വശം അതല്ലെങ്കിൽ ഈ വശം എന്ന് കൃത്യമായിട്ട് ഒരു ടേബിള് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി, ഇവിടെ ഒരു 40 ഡിഗ്രി, 40 ഡിഗ്രി, ഇവിടെ ഒരു 50 ഡിഗ്രി, 50 ഡിഗ്രി. അപ്പൊ ഈ ത്രികോണത്തിന്റെ ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കണം. ഈ ത്രികോണത്തിന്റെ ഈ കർണം അല്ലെ, ഏറ്റവും വലിയ വശം, അതായത് ഹൈപ്പോട്ടിനസ് 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇത് 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശം, മനസ്സിലായല്ലോ, 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശം എത്രയായിരിക്കും? 0.6428 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഒരു മട്ടത്രികോണം, ആ ത്രികോണത്തിന്റെ കോണുകൾ, 2 കോണുകൾ 40, 50 എന്നീ അളവുകളാണ്. ഇനി ഇതിന്റെ ഈ കർണം, അതായത് ഹൈപ്പോട്ടിനസ് 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഈ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഈ വശം എപ്പോഴും എത്രയായിരിക്കും? 0.6428 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിലോ? ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് വരും 2 × 0.6428 അല്ലെ. അതായത് എത്ര വരും? 1.286 സെന്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക, അതായത് 1.286 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ നീളം വരാം. ഇനി ഇവിടെ 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? ഇതിനെ 10 കൊണ്ട് ഗുണിക്കണം അല്ലെ. അതായത് 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും? ഒരു പോയിന്റ് നീക്കിയിട്ട് കഴിഞ്ഞാൽ 6.428 സെന്റിമീറ്റർ ആയിരിക്കും ഈ വശത്തിന്റെ നീളം. ഇനി അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടെ ഒരു വശം ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഈ 40ക്ക് ഓപ്പോസിറ്റുള്ള വശമാണ് ഇത്. ഇവിടെ മറ്റൊരു വശം കൂടി ഉണ്ട് അല്ലേ. അപ്പൊ ഇവ തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഇവിടെ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ വശം എത്രയായിരിക്കും? 0.7660 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ഒന്നാണെങ്കിൽ ഈ 40യുടെ ഈ തൊട്ടടുത്തേക്ക് എടുക്കുന്ന വശം എത്രയായിരിക്കും? 0.7660 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് 2 ആണെങ്കിലോ
ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. ഇത് 10 ആണെങ്കിലോ ഇതിനെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 7.66 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 40 ആണെങ്കിലാണ് ഇവിടെ എത്ര വരുന്നത്? 0.6428 ഭാഗം എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടെ 20 ആണെങ്കിലോ ഇത് മാറും അല്ലേ, ഇവിടെയും മാറും. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ 1 മുതൽ 89 ഡിഗ്രി വരെയുള്ള എല്ലാ കോണുകളുടെയും ഈ വശങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ഈ ടേബിളിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഈ കോണുകളുമായി ബന്ധപ്പെട്ട് ഈ വശങ്ങൾക്ക് ചില പ്രത്യേക പേരുകളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം ഇത് 90 ഡിഗ്രി അല്ലേ. ഇത് ബാക്കി 2 കോണുകളുണ്ട്. അതൊന്ന് 40 ഡിഗ്രിയും ഒന്ന് 50 ഡിഗ്രിയും അല്ലേ. അപ്പോൾ ഈ 40 ഡിഗ്രി നോക്കിയാൽ ഈ 40 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ള വശമാണിത് അല്ലേ. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള വശം. അപ്പോൾ ഇതിന് നാം എന്ത് പറയും? 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്, അതായത് എതിർവശം എന്ന് പറയും. എതിർവശം. അപ്പൊ ഈ 40 ഡിഗ്രിയുടെ എതിർവശമാണ് ഈ കാണുന്നത് അല്ലേ. ഇനി നോക്കിയാൽ മറ്റൊരു വശം കൂടി ഉണ്ടല്ലോ. ഇത് കർണം തന്നെ അല്ലേ. ഇത് ഹൈപ്പോട്ടിനസ്, അതിനൊരു മാറ്റമില്ല. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഏതാണോ അതാണ് കർണം, ഏറ്റവും വലിയ വശം അല്ലേ. അപ്പൊ അതിന് മാറ്റില്ല. ഇനി നോക്കിയേ, ഈ 40 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ള വശം നാം പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയും. ഇനി ഇവിടെ ഒരു വശം ഉണ്ട് അല്ലേ, അതായത് ഈ 40 ഡിഗ്രിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വശം ഉണ്ട് അല്ലേ. ഇതിനെ നാം എന്ത് പറയും? അഡ്ജസന്റ് സൈഡ് എന്ന് പറയും, അതായത് സമീപ വശം എന്ന് പറയും. അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സമീപ വശം. അപ്പൊ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണിത്, ഇതിന്റെ സമീപവശം, അതായത് അഡ്ജസന്റ് സൈഡാണിത് അല്ലേ. ഇനി 50 ഡിഗ്രി ആണെങ്കിലോ, 50 ഡിഗ്രി ശ്രദ്ധിക്കുക, 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇത്. ഇനി 50 ഡിഗ്രിയുടെ സമീപവശം, അതായത് അഡ്ജസന്റ് സൈഡ് ഏതാണ്? ഇതാണ് വശം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആംഗിൾ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഓപ്പോസിറ്റ് സൈഡും അതിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നാം പറഞ്ഞു 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കർണത്തിന്റെ എത്ര ഭാഗമാണ്? 0.6428 ഭാഗമായിരിക്കും എപ്പോഴും. അത് നമ്മൾ ഏത് സൈസിൽ ഏത് അളവിലെടുത്ത് വരച്ചാലും, അതായത് ആംഗിളുകൾ മാറാതെ എത്ര വലിയ ട്രയാങ്കിൾ നമ്മൾ വരച്ചാലും ഈ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈ കർണത്തിന്റെ ഹൈപ്പോട്ടിനസിന്റെ 0.6428 ഭാഗമായിരിക്കും. ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു കോണിന്റെ ഓപ്പോസിറ്റ് സൈഡും അതിന്റെ ഹൈപ്പോട്ടിനസും ഇവ തമ്മിലുള്ള റേഷ്യോ നമ്മൊരു പേര് പറയും, സൈൻ എന്ന് പറയും. സൈൻ, SINE. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡും ബൈ ഹൈപ്പോട്ടിനസ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ 2 വശങ്ങൾ തമ്മിൽ റേഷ്യോ എന്ത് പറയും? സൈൻ എന്ന് പറയും. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ ഈ ആംഗിളിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ആംഗിൾ 40യുടെ സൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതായത് എതിർവശം ബൈ കർണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ഈ 40 ഡിഗ്രിയുടെ സൈൻ എത്രയായിരിക്കും? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതും? സൈൻ SIN, ഇവിടെ ഈ എഴുതുമല്ലോ, നമ്മൾ സാധാരണ SIN ഇടുള്ളൂ. സൈൻ 40. മനസ്സിലായില്ലേ? അപ്പൊ സൈൻ 40 എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ കർണം, അതായത് എതിർവശം ബൈ കർണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് 0.6428 അല്ലേ, ബൈ ഇതിന്റെ ഹൈപ്പോട്ടിനസ് എത്രയാണ്? 1 അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.6428. അപ്പൊ എപ്പോഴും ഒരു മട്ടത്രികോണത്തിലെ സൈൻ 40 എത്രയായിരിക്കും? 0.6428 തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? ഇനി ഇത് നമ്മൾ വലിയ ട്രയാങ്കിൾ വരച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഇത് കൂടുന്നതിനനുസരിച്ച് എന്ത് വരും? ഇതും അതേ റേഷ്യോയിൽ തന്നെ ഇതും കൂടും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ തമ്മിൽ ഡിവൈഡ് കഴിഞ്ഞാൽ എപ്പോഴും ആ റേഷ്യോ തന്നെ ആയിരിക്കും, 0.642 തന്നെ ആയിരിക്കും. അപ്പൊ ഇത് എപ്പോഴും ഓർമ്മ വേണം. സൈൻ എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിനസും, അതായത് എതിർവശവും കർണവും തമ്മിലുള്ള ബന്ധമാണ്, റേഷ്യോയാണ് നമ്മൾ എന്ത് പറയുക? സൈൻ എന്ന് പറയുക. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു നാം പറഞ്ഞിട്ട് ഇവിടെ സമീപവശം ഉണ്ട് അല്ലേ, ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ഉണ്ട്. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞല്ലോ, അതായത് എപ്പോഴും ഇതിന്റെ എത്ര ഭാഗമായിരിക്കും? 0.7660 അല്ലെ ഭാഗമായിരിക്കും ഈ അഡ്ജസന്റ് സൈഡ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ സമീപവശവും, അതായത് അഡ്ജസന്റ് സൈഡും ഈ കർണവും അല്ലെങ്കിൽ ഹൈപ്പോട്ടിനസും തമ്മിലുള്ള ഈ റേഷ്യോ ഒരു പേര് പറയും. അതിനെയാണ് പറയുക കൊസൈൻ എന്ന് പറയും.
അപ്പോൾ കൊസൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതിന് പകരം ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലെ, സമീപവശം ബൈ ഹൈപ്പോട്ടിനസ്. സമീപവശം അല്ലെ, അഡ്ജസ്റ്റന്റ് സൈഡ്, അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. അതായത് സമീപവശം, സമീപവശം ബൈ കർണം. മനസ്സിലായില്ലേ? ഇതാണെങ്കിൽ എതിർവശം, എതിർവശം ബൈ കർണം. അപ്പം ഇത് എപ്പോഴും ഓർമ്മ വേണം. സൈൻ എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിനസും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ എന്ത് പറയുക, സൈൻ എന്ന് പറയുക. കൊസൈൻ എന്ന് പറയുന്നതാണ് സമീപവശവും ഹൈപ്പോട്ടിനസും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നാം ഇവിടെ കൊസൈന് സാധാരണ നമ്മൾ കോസ് എന്നാണ് പറയുക, COS അത്ര നമ്മൾ എഴുതാറുള്ളൂ. ഇതിന് നമ്മൾ കോസ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ cos 40 എത്ര വരും? cos 40 = എത്ര വരും? ഈ 40 ഡിഗ്രിയുടെ സമീപവശം ബൈ കർണം അല്ലേ. സമീപവശം എത്രയാണ് ഇവിടെ? 0.7660 ബൈ ഇതിന്റെ ഹൈപ്പോട്ടൻസ് എത്രയാണ്? 1 അല്ലേ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 0.7660. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും ഒരു മട്ടത്രികോണത്തിന്റെ cos 40 എത്രയായിരിക്കും? 0.7660 തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിൾ ചെറുതായാലും വലുതായാലും ഈ റേഷ്യോയ്ക്ക് ഒരു മാറ്റം വരില്ല അല്ലേ. അപ്പൊ എപ്പോഴും ഈ വാല്യൂ എത്ര തന്നെയായിരിക്കും? ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമ്മൾ ടേബിൾ കാണാം. ആ ടേബിൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാം cos 40, കോസ് നോക്കുക, അതിൽ 40 ഡിഗ്രി നോക്കി കഴിഞ്ഞാൽ ഈ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ sin 40 അല്ലേ, ഇതേപോലെ. അതുപോലെ 1 മുതൽ 89 ഡിഗ്രി വരെയുള്ള എല്ലാ വാല്യൂകളും നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഈ ട്രയാങ്കിളിലേക്ക് തന്നെ മടങ്ങി വരാം. ഇനി ഈ രണ്ട് ട്രയാങ്കിളിന്റെ സൈനും കോസും, ഓരോ ആംഗിളിന്റെയും സൈനും കോസും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതായത് എതിർവശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലെ, അതായത് സമീപവശം ബൈ കർണം. ഇനി നാം പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾ അല്ലെ, രണ്ട് മട്ടത്രികോണങ്ങൾ. ഇനി നമുക്ക് ആദ്യമേ ചെറിയ ആംഗിൾ എടുക്കാം. 30 ഡിഗ്രി എന്ന് തുടങ്ങാം. ഇവിടെ നോക്കിയാൽ sin 30, ശ്രദ്ധിച്ചിരിക്കുക, sin 30. ഇതിന്റെ അർത്ഥം എന്താണ്? 30 ഡിഗ്രിയുടെ സൈൻ അല്ലെ, അതായത് 30 ഡിഗ്രിയുടെ സൈൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ എതിർവശം, ഇതാണ് ഇതിന്റെ കർണം അല്ലെ. അപ്പൊ എന്തൊരു റേഷ്യോ? 1/2. മനസ്സിലായില്ലേ? 1/2. അപ്പൊ sin 30 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? 1/2. അപ്പൊ എപ്പോഴും sin 30യുടെ വാല്യൂ എത്രയായിരിക്കും? 1/2 ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് നോക്കിയാൽ cos 30 ആണെങ്കിലോ? cos 30, കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലെ, അതായത് സമീപവശം ബൈ കർണം. അപ്പൊ ഇതിന്റെ സമീപവശം, കർണം ഒന്ന് തന്നെയുള്ളൂ അല്ലെ, കർണത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ സമീപവശം, ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ഏതാണ്? ഇതാണ് അല്ലെ, തൊട്ടടുത്ത് കിടക്കുന്ന വശം ഇതാണ്. ഇത് √3 ആണ്. അപ്പൊ √3 ബൈ ഇതിന്റെ കർണം, കർണം ഏതാണ്? 2 അല്ലെ, 2. അപ്പൊ cos 30 എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ വാല്യൂ? √3/2. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് 45 ഡിഗ്രി എടുത്ത് നോക്കാം. സൈൻ 45 ഡിഗ്രിയുടെ സൈൻ ഒന്ന് നോക്കിയേ. ഇതാണ് 45 അല്ലെ. ഇതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് സൈഡ് 1, ഹൈപ്പോട്ടിനസ് √2 അല്ലെ. അപ്പൊ 1/√2. ഓക്കെ ആണല്ലോ. ഇനി ഇതെടുക്കുകയാണെങ്കിലോ അതും അതുപോലെ തന്നെ വരും അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1, ഹൈപ്പോട്ടിനസ് കാരണം √2 അല്ലെ, അതായത് 1/√2. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ കോസ് കണ്ടുപിടിച്ചാലോ? cos 45 ഡിഗ്രിയുടെ കോസ് എത്ര വരും? കോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമീപവശം ബൈ കർണം അല്ലെ. സമീപവശം തൊട്ടടുത്ത വശം ഏതാണ്? 1 കർണം √2. അപ്പൊ 1/√2. അപ്പൊ ഇവിടെ നോക്കിയേ, 45 ഡിഗ്രിയുടെ സൈൻ എന്ന് പറഞ്ഞാൽ കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ വാല്യൂ ആണ് കിട്ടുന്നത് അല്ലെ. ഏതാണ് വാല്യൂ? 1/√2. ഓക്കെ. ഇപ്പൊ നമുക്ക് 30 കഴിഞ്ഞു, 45 കഴിഞ്ഞു. ഇനി നമുക്ക് 60 നോക്കാം. സൈൻ 60 ഡിഗ്രി എത്ര വരും നോക്കിയാൽ? സൈൻ 60യുടെ സൈൻ അല്ലെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് സൈഡ് √3 ബൈ ഹൈപ്പോട്ടിനസ് എത്രയാണ്? 2 അല്ലെ.
അപ്പോൾ എതിർവശം ബൈ കർണം √3/2. ഇനി ഇതിൻ്റെ കോസോ കോസ് 60 എത്ര വരും? 60യുടെ സമീപവശം അല്ലേ, അതായത് അഡ്ജസൻറ്റ് സൈഡ് 1 1 കർണം 2 1/2. അപ്പോൾ ഈ വാല്യൂ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് പഠിക്കാൻ എന്താ എളുപ്പം? ഈ 2 ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ അറിയാം അല്ലേ. ആ വരച്ച് കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ഇതിൻ്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് വേറെ രീതിയിൽ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് 1-2 ചെറിയ പ്രോബ്ലങ്ങൾ ചെയ്തു വരുമ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് 1-2 ചെറിയ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഈ കോൺ തന്നിട്ടുണ്ട് നമുക്ക് 50 ഡിഗ്രി, ഈ വശം 6 സെൻറ്റിമീറ്റർ, ഈ വശം 4 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഏരിയ നമുക്കറിയാം. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ നമുക്കറിയാം ½ BH അല്ലേ, അര BH. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ ബി എന്ന് പറയുന്നത് എന്താണ്? ബേസ് അല്ലേ, ബേസ്. അതായത് നമുക്കിപ്പോൾ 6 സെൻറ്റിമീറ്റർ ഇത് നമുക്ക് ബേസ് ആക്കി എടുക്കാം. അപ്പോൾ ബി നമുക്കറിയാം 6 സെൻറ്റിമീറ്റർ. നാം മുമ്പ് ചെയ്ത അതേപോലെ തന്നെ. ഇത് നോക്കിയാൽ നമുക്ക് എച്ച് വേണം അല്ലേ. എച്ച് നമുക്കറിയില്ല. അപ്പം എച്ച് നമ്മൾ കണ്ടുപിടിക്കണം. എച്ച് നമുക്കറിയില്ല. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഈ ബേസിലേക്കുള്ള അല്ലേ എതിർമൂലയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ഇതാണ് ഇവിടെ എച്ച് അല്ലേ, ഇതാണ് എച്ച്. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ആംഗിൾ 50 ഡിഗ്രിയാണ് അല്ലേ. ഇത് 90 ഡിഗ്രി, ഇത് 50 ഡിഗ്രി. ഇത് നമുക്കൊരു 30 ഡിഗ്രിയോ അല്ലെങ്കിൽ 45 ഡിഗ്രിയോ അല്ലെങ്കിൽ 60 ഡിഗ്രിയോ ആണെങ്കിൽ ഈ റേഷ്യോ നമുക്കറിയാം അല്ലേ. അതായത് ഒരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു 2 അളവുകളും കണ്ടുപിടിക്കാൻ അറിയാം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത് 50 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 50 ഡിഗ്രി വെച്ചിട്ട് ഈ എച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വേറെ വഴി നമുക്ക് നോക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ അതിനാണ് നാം ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. എന്താണ്? ഇവിടെ നോക്കിയാൽ നമുക്ക് എച്ച് ആണ് കിട്ടേണ്ടത്. ശ്രദ്ധിക്കുക, എച്ച് ആണ് കിട്ടേണ്ടത്. ഈ കോണിൻ്റെ അളവ് നമുക്ക് 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈപ്പോട്ടിനസ് അല്ലേ, ഈ കർണം നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ. അതിൽ നിന്ന് നാം എങ്ങനെ എച്ച് കണ്ടുപിടിക്കും? നമുക്കറിയാം ഈ ആംഗിളിന്റെ ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതെന്താണ്? ഹൈപ്പോട്ടിനസ് അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിനസും തമ്മിലുള്ള ബന്ധം, ആ റേഷ്യോ നാം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? സൈൻ അല്ലേ, സൈൻ. അതായത് സൈൻ 50 എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ കർണം അല്ലേ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോക്കിയാൽ സൈൻ 50 ഡിഗ്രിയുടെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. വേണമെങ്കിൽ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. B C D എന്ന് കൊടുത്ത് വിചാരിക്കുക, ABCD. അങ്ങനെയാണെങ്കിൽ സൈൻ 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, അതായത് AD അല്ലെ. AD എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് H എന്ന് എടുത്തിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് H എന്ന് കൊടുക്കാം. H ബൈ ഇതിന്റെ കർണം AB. ശരിയല്ലേ? സൈൻ 50 അല്ലെ, H ബൈ AB. പക്ഷെ എന്താണ് ഇവിടെ വിഷയം? നമുക്ക് സൈൻ 50 എത്രയാണെന്ന് അറിയില്ല അല്ലെ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മുടെ ചോദ്യത്തിൽ തന്നെ എന്ത് തരും? നമുക്ക് സൈൻ 50യുടെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ സൈൻ 50 മാത്രമേ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ സൈൻ 50 തന്നിട്ടുണ്ടാവും, കോസ് 50 ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതിൽ നിന്ന് എടുക്കാം. നമുക്കിതിൽ ഏതാണ് ആവശ്യമുള്ളത്? സൈൻ 50 ആണ് ആവശ്യമുള്ളത് അല്ലേ. അപ്പോൾ സൈൻ 50യുടെ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്കിത് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ 50യുടെ വാല്യൂ സൈൻ 50 ഈസ് ഈക്വൽ ടു 0.7660. ഇതാണ് സൈൻ 50യുടെ വാല്യൂ. അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നാം എന്ത് ചെയ്യാം? ഇപ്പം നാം ചെയ്യാൻ എന്ത് വേണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് ഞാൻ പറഞ്ഞല്ലോ, ബാക്കിലെ പേജിൽ എന്തുണ്ട്? ഇതിൻ്റെ എല്ലാ അളവുകളും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് സൈൻ 50 കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ അല്ലേ. ഇവിടെ നമുക്ക് നമ്മുടെ ബുക്കിൽ കാണാൻ പറ്റും. ഇവിടെ നോക്കിയ ആംഗിൾസ് എന്ന് പറഞ്ഞ എല്ലാ ആംഗിളും അല്ലേ, 1 മുതൽ 90 89 ഡിഗ്രി വരെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് ആവശ്യതാണ് 50 ഡിഗ്രി അല്ലേ. 50 ഡിഗ്രിയുടെ സൈൻ കണ്ടല്ലോ. അപ്പോൾ 0.7660. ഇനി അതിൻ്റെ 50 ഡിഗ്രി കോസ് ആണെങ്കിൽ നോക്കിയാൽ 0.6428 കണ്ടില്ലേ. അപ്പോൾ ഇതേ രൂപത്തിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഓക്കെ, സൈൻ 50ക്ക് വരെ എന്ത് കൊടുക്കാം? ഈ വാല്യൂ നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ 0.7660 ഈക്വൽ ടു H ബൈ AB അല്ലേ. ഇനി നമുക്ക് H കണ്ടുപിടിക്കാൻ ചെയ്യണം. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അങ്ങനെ ക്രോസ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യുക. അതായത് H ഈസ് ഈക്വൽ ടു എന്ത് വരും? H ഈസ് ഈക്വൽ ടു ഇവരെ തമ്മിൽ ഗുണിക്കുക അല്ലേ, 0.7660 ഇൻറ്റു AB അല്ലേ. അപ്പോൾ ABയുടെ വാല്യൂ നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ AB വേണ്ട, ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ 4. അപ്പോൾ 0.7660 ഇൻറ്റു 4. ഇത് ഗുണിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H എത്രയാണെന്ന് നമുക്ക് കിട്ടും.
24ക്ക് 4 ബാക്കി 2, 24 26ക്ക് 6 ബാക്കി 2, 28 30 0 ബാക്കി 3 അല്ലേ 3. എത്ര കിട്ടും? 3.064. അപ്പോൾ ഇത് നമുക്ക് എച്ച് കിട്ടിയിട്ടുള്ളൂ അല്ലേ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഏരിയ സീക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് നമുക്കറിയാം എത്രയാണ് ബേസ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു എച്ച് 3.064 സീക്വൽ ടു എന്ത് വരും? 2. 6ൽ എത്ര 2 ഉണ്ട്? 3 2. അപ്പം ഇന്ന് ഗുണിച്ചൊക്കെ എത്ര കിട്ടും? 4 12 2 ബാക്കി 1 18 1 19 ബാക്കി 1 0 1 1 3 3 9 അല്ലേ. 3 സ്ഥാനം നീക്കി കുത്തിട്ട് കഴിഞ്ഞാൽ 9.19 അല്ലേ. ഈ 2 വേണം നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ 9.19 സ്ക്വയർ സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതേ രൂപത്തിൽ ഇതിൻ്റെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ സീക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ. ട്രയാങ്കിൾ ആകുമ്പോൾ എപ്പോൾ എഴുതിക്കോ ഹാഫ് ബി എച്ച്. ഇതിൽ ബേസ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. എച്ച് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ ഇതിവിടെ ഏതാണ് എച്ച്? പലരും ഇപ്പോഴും തെറ്റിക്കുന്ന ഒരു ചോദ്യം. ഇതേ രൂപത്തിൽ ചോദ്യങ്ങൾ വന്നാൽ പലരും തെറ്റിക്കും. ഇതിൻ്റെ എച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസ് അല്ലേ. എച്ച് എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഓപ്പോസിറ്റുള്ള മൂല അല്ലേ. ബേസിൻ്റെ ഓപ്പോസിറ്റ് കോർണർ, അതിൻ്റെ ബേസിൻ്റെ ഓപ്പോസിറ്റ് കോർണർ ഏതാണ്? ഇതാണ് അല്ലേ. അപ്പം ഇതിൽ നിന്ന് ബേസിലേക്കുള്ള പെർപെൻഡിക്കുലർ ലംബമായ ഡിസ്റ്റൻസ്. അപ്പം ഇതാണ് നമ്മുടെ ബേസിലേക്ക് ഇവിടുന്ന്. അപ്പം ഇതല്ല എച്ച്. ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ അത് 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അപ്പം നമ്മൾ നോക്കിയേ, ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ട. അപ്പം ഇവിടെ നിന്ന് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് എച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ എച്ച് കണ്ടുപിടിക്കണം. എച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാം? ഇവിടെ നമുക്ക് ഇതിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഇത് നമുക്കൊരു 4 സെൻറ്റിമീറ്റർ. ഈ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, ഈ സൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നോക്കിയാൽ ഇവിടെ ഈ സൈഡ് അറിയാം അല്ലേ. ഇവിടെ നാം പറഞ്ഞത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇത് നമുക്കൊരു മട്ടത്രികോണമായി മാറി അല്ലേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെ കർണം ഹൈപ്പോട്ടിനസ് നമുക്കറിയാം 4 സെൻറ്റിമീറ്റർ. ഇതാണ് എച്ച് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എച്ച് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിന് ഇപ്പോൾ എ ബി സി എന്ന് പേര് കൊടുത്ത് വിചാരിക്കുക, എ ബി സി. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ ഏതെങ്കിലും ഒരു കോൺ കിട്ടണം അല്ലേ. ഒന്നുകിൽ ഈ കോൺ കിട്ടണം, ഈ കോൺ കിട്ടണം. ഇത് ഏതാ നമുക്ക് ഏത് കോൺ കിട്ടാൻ എളുപ്പം? ഇവിടെ നോക്കിയാൽ ഇത് 130 ഡിഗ്രി 130 ഡിഗ്രി അല്ലേ. നമുക്കറിയാം ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം 180 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ ആംഗിൾ 180ൽ നിന്ന് 180 മൈനസ് 130 അല്ലേ. അപ്പം എത്ര ഡിഗ്രി കിട്ടും നമുക്ക്? 50 ഡിഗ്രി. അപ്പം ഈ ആംഗിൾ 50 ഡിഗ്രി. ഓക്കെ അല്ലേ. അപ്പം നോക്കിയാൽ ഈ മട്ടത്രികോണത്തിൽ ഇത് 50 ഡിഗ്രി. ഈ വശം നമുക്കറിയാം, കർണം അറിയാം. ഈ വശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ 50 ഡിഗ്രിയുടെ ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. എ ബി എന്ന് പറയുന്നത്, അതായത് എച്ച് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്. ഈ എ സി എന്ന് പറയുന്നത് എന്താണ്? കർണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും കർണവും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലേ. എന്താണത്? സൈൻ. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സൈൻ ഏത് ഡിഗ്രി? 50 ഡിഗ്രിയുടെ സൈൻ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, എ ബി അല്ലെങ്കിൽ എച്ച് ബൈ കർണം ഹൈപ്പോട്ടിനസ് എത്രയാണ്? ഹൈപ്പോട്ടിനസ് എ സി. അപ്പം എച്ച് ബൈ എ സി അല്ലെങ്കിൽ എ ബി ബൈ എ സി. ഓക്കെ. ഇനി നമുക്ക് സൈൻ 50യുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ്? 0.7660. ഇതാണ് സൈൻ 50 സീക്വൽ ടു എന്ത് വരും? എച്ച് ബൈ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ബൈ എ സി അല്ലേ. എ സിയുടെ നീളം നമുക്കറിയാലോ എത്രയാണ്? 4. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം അല്ലേ. അപ്പോൾ എച്ച് ഈസിക്കൽ എന്ത് വരും? എച്ച് ഈസിക്കൽ ടു 4 ഇൻറ്റു ഏത്? 0.7660. ഇത് ഗുണിച്ച് നമുക്ക് എന്ത് കിട്ടും? എച്ച് കിട്ടും അല്ലേ. എത്ര കിട്ടും? 6 4 24 ബാക്കി 2 6 4 24 2 26 ബാക്കി 2 7 4 28 30. അപ്പോൾ നമുക്ക് എന്ത് വേണം? 1 2 3 അല്ലേ. 3 സ്ഥാനം നീക്കി പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ 0 നീക്കിയിട്ട് ഞാൻ പോയിന്റ് ഇട്ട് 0 ഇട്ടു. അപ്പോൾ 3.064 എന്ന് കിട്ടി. ഏത്? എച്ചിൻ്റെ അളവ് അല്ലേ. ഇനി നമുക്ക് എളുപ്പത്തിൽ കാണാമല്ലോ. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 6 ഇൻറ്റു എച്ച് 3.064. 2 6ൽ എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. അപ്പോൾ എത്ര രൂപ നോക്കിയാൽ
12 അല്ലേ, ബാക്കി 1 18 1 19 1 0 1 3 ഇൻറ്റു 3 9 അല്ലേ. അപ്പോൾ 1 2 3 1 2 3 എത്ര ആൻസർ കിട്ടി? 9.19 സ്ക്വയർ സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ബേസും അല്ലേ, ബേസും രണ്ട് സെയിം ആണ്, അതുപോലെ തന്നെ എച്ചും സെയിം ആണ് അല്ലേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രണ്ടിൻ്റെയും ഏരിയ നമുക്ക് തുല്യമായി കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ